ഹായ് ഫ്രണ്ട്സ്, വെക്കേഷൻ കഴിഞ്ഞ് നല്ല ജോലി തിരക്കാണ്. അപ്പോൾ വീഡിയോ ചെയ്യാനൊന്നും അങ്ങനെ സമയം കിട്ടിയില്ല. അപ്പോഴാണ് എൻ്റെ ഇൻബോക്സിൽ വന്ന ഒരു കമൻറ്റിന് ഞാൻ മറുപടി കൊടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഞാനിങ്ങനെ വീഡിയോ ചെയ്തിട്ടാണല്ലോ അവർ സംശയങ്ങൾ ചോദിക്കുന്നത്. അപ്പം മറുപടി ഞാൻ എന്തായാലും തരും. ബി എഡ് മാൻഡേറ്ററി ആണോ എന്നായിരുന്നു ചോദ്യം. അപ്പോൾ ഇതൊരു ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല, എസ് ഓർ നോ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ബി എഡ് എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ബി എഡ് ക്വാളിഫിക്കേഷനായിട്ട് നമ്മളിവിടെ വന്ന് ജോലി തപ്പുന്നതിനോ നോർമലായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു വഴിയാണ്. അതല്ലാണ്ട് പല രാജ്യത്തു നിന്നും ഇവിടെ ടീച്ചറായിട്ട് വരുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവിടുത്തെ ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചിങ് ഡിപ്ലോമ അല്ലെങ്കിൽ ടീച്ചിങ് ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ വേറെ ക്വാളിഫിക്കേഷൻ, അത് ഏത് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും ഇവിടെ ബ്രിട്ടീഷ് കരിക്കുലോ അമേരിക്കൻ കരിക്കുലത്തിലോ ഒക്കെ നമുക്ക് ജോലി കിട്ടാവുന്നതാണ്. ഇനി അതൊന്നും ഇല്ലെങ്കിൽ പോലും ഇവിടുത്തെ ടീച്ചിങ് ലൈസൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസും എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുമായിരുന്നു, നമ്മൾ സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് എസ്പെഷ്യലി നമ്മൾ വരുമ്പം നമുക്കിവിടെ അമേരിക്കൻ കരിക്കുലം, ബ്രിട്ടീഷ് കരിക്കുലം ഇതുപോലുള്ള സ്കൂൾസിൽ ജോലി കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും. ഇന്ത്യൻ സ്കൂൾസിലായിരിക്കും നമ്മൾക്ക് വേക്കൻസി കാണുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം മെയിൻലി നമ്മളെ വിളിക്കുന്നത്. അപ്പം നമുക്ക് ബി എഡ് എന്തായാലും മാൻഡേറ്ററി ആണ്. നിങ്ങളിപ്പം ആരെങ്കിലും ബി എഡ് ഇല്ലാത്തവർ ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. പക്ഷേ അത് ഇന്ത്യൻ സ്കൂൾസിലായിരിക്കില്ല, ബ്രിട്ടീഷ് സ്കൂൾസിലായിരിക്കും. അപ്പോൾ ഈ ബ്രിട്ടീഷ് സ്കൂൾസിൽ ജോലി വേണമെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് എബിലിറ്റി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ പാസ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മുടെ ഒറിജിൻ, അതായത് നമ്മൾ ഇന്ത്യൻ ഒറിജിൻ ആകുമ്പം അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട് ഇവിടെ. എന്ന് വെച്ചാൽ അവർ പ്രിഫർ ചെയ്യുന്നത് വെസ്റ്റേൺ കൾച്ചർ, വെസ്റ്റേൺ ഐ മീൻ നേറ്റീവ് സ്പീക്കേഴ്സ് അങ്ങനെയുള്ള ടീച്ചേഴ്സിനായിരിക്കും അങ്ങനത്തെ സ്കൂളിൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ജോലി കിട്ടാൻ എളുപ്പം എന്ന് പറയുന്നത് ഇന്ത്യൻ കരിക്കുലത്തിലായിരിക്കും നമ്മൾ ഫ്രഷേഴ്സ് ആകുമ്പോൾ. അപ്പോൾ അവിടെ ബി എഡ് മാൻഡേറ്ററിയാണ്. അതുകൊണ്ട് ബി എഡ് എടുത്തിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ടീച്ചറായിട്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെ ഒരു ലോങ് ടേമിൽ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ടീച്ചിങ് ഡിഗ്രി എന്തായാലും വേണം. ബി എഡ് അല്ലെങ്കിൽ എം എഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ അങ്ങനെ എന്തെങ്കിലും കോഴ്സ്. പക്ഷേ നിങ്ങൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത ടീച്ചേഴ്സിനോട് തന്നെ സ്കൂളുകാർ പിന്നെ പറയും നിങ്ങൾ ഡിപ്ലോമ എടുക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ഇവിടുത്തെ ഡിപ്ലോമ വളരെ കോസ്റ്റ്ലിയാണ്. എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല, കാരണം ഞാൻ ഇന്ത്യയിൽ നിന്നാണല്ലോ ചെയ്തത്. അപ്പോൾ അത് കോസ്റ്റ്ലിയാണ്. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് നാട്ടിൽ നിന്ന് ചെയ്യാമെന്ന് വെച്ചാൽ അത് ഇവിടെ റെക്കഗ്നൈസ്ഡ് അല്ല. ഓൺലൈൻ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ഇവിടെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അവർ അത് അപ്രൂവ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ യങ്ങാണ്, നിങ്ങൾക്ക് ബി എഡ് ചെയ്യാവുന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഇനി അതല്ല, നിങ്ങളിപ്പം എനിക്ക് തോന്നുന്നു ലൈഫ് സയൻസ് ഡിഗ്രി, അതായത് മൈക്രോബയോളജി, ഫുഡ് ടെക്നോളജി, ഫിഷറീസ്, എൻവയോൺമെൻറ്റൽ സയൻസ് ഇതുപോലുള്ള ആൾക്കാരാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ അവർക്ക് ഇവിടെ വേറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ടൈമിങ് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഫാമിലി ആയിട്ടാണ് ഇവിടെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ടീച്ചേഴ്സിൻ്റെ ഒപ്പം തന്നെ ചിൽഡ്രൻസിൻ്റെ കുട്ടികൾ വീട്ടിലെത്തുന്ന ടൈമിങ് വളരെ നേരത്തെയാണ്. അപ്പോൾ നമ്മൾ ആരെങ്കിലും വീട്ടിൽ ഉള്ളൊരു ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ ഡേ കെയറിലോ അല്ലെങ്കിൽ ഹെൽപ്പ് അങ്ങനത്തെ അറേഞ്ച് ചെയ്യണം. അതൊന്നും നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മുടെ ടൈമിംഗ് ഡിഫറെൻ്റ് ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ പിള്ളേരുടെ കാര്യത്തിൽ. കാരണം നാട്ടിൽ നമുക്കറിയാം, നമുക്ക് ഏത് ജോലിക്ക് വേണമെങ്കിലും പോവാം. നമുക്ക് വീട്ടിലാരെങ്കിലും ഉണ്ടാവും, പിള്ളേർ വരുമ്പം അമ്മൂമ്മ അപ്പൂപ്പൻ അല്ലെങ്കിൽ ആരെങ്കിലും അവരെ ടേക്ക് കെയർ ചെയ്യാനുണ്ടാവും. നമ്മൾ ഒരു 5 മണിയാകുമ്പോൾ വരും, അങ്ങനെ നോർമലായിട്ട് പോകുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കുട്ടികൾ നേരത്തെ എത്തും. അപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ ബസ്സുകാർ ആരെയും ബസ്സിൽ നിന്ന് റിസീവ് ചെയ്യാനായിട്ട് നമ്മൾ ആരെങ്കിലും ഇവിടെ വേണം. പിന്നെ അപ്പം തൊട്ട് കുട്ടികളുടെ ഒരു റുട്ടീൻ ഡിഫറെൻ്റ് ആണ് നമ്മൾ നോർമൽ വർക്കിംഗ് അവേഴ്സിനേക്കാളും. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം നിങ്ങൾ ഷിഫ്റ്റ് ഉണ്ടാവും മറ്റു ജോലിയിൽ, ക്വാളിറ്റി കൺട്രോൾ അതുപോലത്തെ ഒക്കെ ജോലികൾ. അപ്പോൾ അത് ഓരോ ഇൻഡസ്ട്രിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതെല്ലാം തിങ്ക് ചെയ്ത് നിങ്ങൾ, എനിക്കറിയില്ല നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. ടീച്ചറായിട്ടാണ് കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ ബി എഡ് എടുത്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് അത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി തന്നെയാണ് ഇവിടെ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഡിപ്ലോമ അങ്ങനത്തെ ചെയ്യാം. പക്ഷെ നാട്ടിൽ നിന്ന് ഓൺലൈൻ ചെയ്താൽ അവർ റെക്കഗ്നൈസ്ഡ് അല്ല ഇവിടെ. ബിക്കോസ് ഇവിടുത്തെ സ്കൂൾസിന് റേറ്റിങ്ങും ഇൻസ്പെക്ഷനും ഒക്കെ ഉണ്ട്. ഇപ്പം പണ്ടത്തെ പോലെയല്ല, ഭയങ്കര സ്ട്രിക്റ്റാണ്. ഗവൺമെൻറ് ഇൻസ്പെക്ട് ചെയ്യും, ഓരോ സ്കൂളിനെ ഇൻസ്പെക്ട് ചെയ്തിട്ട് ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റി, ടീച്ചിങ് ക്വാളിറ്റി ഇതെല്ലാം അവർ അനലൈസ് ചെയ്തിട്ട് സ്കൂളിനെ റേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ സ്കൂളുകാർ ഒരിക്കലും റിസ്ക് എടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ചാൻസ് കുറവായിരിക്കും നമുക്ക് ടീച്ചിങ് ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ ടീച്ചറായിട്ട് കിട്ടാൻ. ഇപ്പം നേരത്തെ അങ്ങനെയൊന്നും ആയിരുന്നില്ല, അത്ര സ്ട്രിക്റ്റ് ആയിരുന്നില്ല. ഒരു 10 വർഷം മുന്നേത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ വളരെ സ്ട്രിക്റ്റാണ്. സ്കൂൾസ് എല്ലാം ഏതെങ്കിലും ഒരു ടീച്ചിങ് ക്വാളിഫിക്കേഷൻ, ഇപ്പം ബി എഡ് അല്ലെങ്കിലും വേറെ ഏതെങ്കിലും ഡിപ്ലോമയോ അങ്ങനെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവരെടുക്കുള്ളൂ.
അപ്പം എടുത്തിട്ട് വന്ന് നിങ്ങൾക്ക് ജോബ് മാറാനാണെങ്കിലും വേറെ ട്രൈ ചെയ്യാനാണെങ്കിലും പ്രൊമോഷനാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പം പ്രത്യേകിച്ച് ഇന്ത്യൻ കരിക്കുലം അല്ലെങ്കിൽ ഇന്ത്യൻ സ്കൂൾസിൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ സാലറി കമ്പയർഡ് ടു ബ്രിട്ടീഷ് കരിക്കുലം ആൻഡ് അമേരിക്കൻ കരിക്കുലം കുറവാണ്. പക്ഷേ ആസ് ആൻ ഇന്ത്യൻ നമ്മൾ ട്രൈ ചെയ്യുമ്പം നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതൽ ഇന്ത്യൻ കരിക്കുലമായിരിക്കും. ഓക്കെ.